ഇടുക്കിയിൽ വീണ്ടും കുരിശ് വിവാദം. ഇടുക്കി തൊമ്മൻകുത്തിൽ വനംവകുപ്പ് കുരിശ് പൊളിച്ചു നീക്കി. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചു നീക്കിയത്. ഇന്നലെയാണ് കുരിശ് സ്ഥാപിച്ചത് വനം ഭൂമിയിലെന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്നാൽ കൈവശ ഭൂമിയിലെന്ന് വിശ്വാസികളും പറയുന്നുണ്ട്. വിവരങ്ങളുമായി PS സാഗർ ചേരുന്നു തൊമ്മൻകുത്തിൽ നിന്ന്. സാഗർ, ഈ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഇടുക്കി ജില്ലയിൽ തന്നെ മറ്റൊരു കുരിശ് വിവാദം ഉയർന്നു വന്ന കുരിശ് പൊളിച്ചു നീക്കുന്ന സാഹചര്യമൊക്കെ റവന്യൂ വകുപ്പ് കുരിശ് പൊളിച്ചു നീക്കുന്ന സാഹചര്യം വരെ ഉണ്ടായതാണ്, വലിയ വിവാദമായതാണ്. ഇപ്പോൾ ഈ തൊമ്മൻകുത്തിൽ അത് വിശ്വാസികൾ പറയുന്നതനുസരിച്ച് കൈവശ ഭൂമിയാണെന്ന്. പക്ഷെ വനംവകുപ്പിന്റെ നിലപാട് എന്താണ്? ഈ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ അവിടെ? തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഇടുക്കിയിൽ ഇത്തരത്തിലൊരു കുരിശ് പൊളിച്ചു നിൽക്കുകയായിരുന്നു. അത്തരത്തിലൊരു സമാനമായ സംഭവം അല്ല ഇതെന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുവാൻ. കാരണം ഇത് തൊമ്മൻകുത്തിൽ ഇത് ഒരു വനം ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. തൊമ്മൻകുത്ത് ടൂറിസം കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഈ ഭാഗം. ഇവിടെയാണ് ഇന്നലെ വിശ്വാസികൾ ഇവിടെ ഈ റോഡിനോട് ചേർന്ന് കുരിശ് സ്ഥാപിച്ചത്. ഇത് കൈവശ ഭൂമിയാണ്. ഇവിടെ ഈ പ്രദേശമെല്ലാം ഇത് കൈവശത്തിൽ പലരുടെയും കൈവശത്തിലിരിക്കുന്ന ഒരു ഭൂമിയാണ്. ഇവിടെയാണ് ഒരു 5 സെന്റ് സ്ഥലം 4 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പള്ളിക്കായിട്ട് ഇവർ എഴുതി കൊടുത്തത്. ഈ സെന്റ് തോമസ് പള്ളി, തൊമ്മൻകുത്തിലുള്ള സെന്റ് തോമസ് പള്ളിക്കായി ഒരാൾ 5 സെന്റ് സ്ഥലം എഴുതി കൊടുത്തിരുന്നു. ഈ സ്ഥലത്താണ് ഇന്നലെ വിശ്വാസികളടക്കം ചേർന്നുകൊണ്ട് ഒരു കുരിശ് സ്ഥാപിച്ചത്. ഈ കുരിശിന്റെ വെഞ്ചരിപ്പ് കർമ്മവും ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നു. ഇതാണ് ഇന്ന് രാവിലെ കാളിയാർ ഫോറസ്റ്റ് അധികൃതർ എത്തി പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് കടുത്ത പ്രതിഷേധത്തിലാണ് ഇവരുള്ള വിശ്വാസികൾ. കാരണം ഇത് പള്ളിയുടെ അധീനതയിലുള്ള സ്ഥലമാണെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഈ പ്രദേശം മൊത്തം കൈവശ ഭൂമി ആയതിനാൽ തന്നെ ഈ 5 സെന്റ് സ്ഥലം പള്ളിക്കായി എഴുതി കൊടുത്തതാണ്. ഇത് വനംവകുപ്പിന്റെ ഭൂമിയല്ല, ഇതിന് കൃത്യമായ രേഖകൾ ഉണ്ടെന്നാണ് വിശ്വാസികൾ പറയുന്നത്. എന്നാൽ ഇത് ഈ പ്രദേശം കൈവശ ഭൂമി ആയതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും പട്ടയമില്ലാത്ത ഭൂമിയാണ്. ഇത് വനംവകുപ്പിന്റെ ഭൂമിയാണെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. എന്തായാലും ഈ കുരിശ് പൊളിച്ചു നീക്കിയ ഒരു നടപടിയിൽ വ്യാപകമായ ഒരു പ്രക്ഷോഭമാണ് വിശ്വാസികൾ ഉയർത്തുന്നത്. കാരണം വിശ്വാസികൾ പള്ളിയിലും ഈ കുരിശ് പൊളിച്ച സ്ഥലത്തെല്ലാം ചേർന്ന് തന്നെ ഒരു പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. നാളെ ഇത് പള്ളിയിലെ വിശ്വാസികൾ ഒത്തുകൂടി നാളെ തന്നെ ഇതിന് തുടർ നടപടികൾ എന്ത് വേണമെന്നുള്ള ഒരു കാര്യത്തിൽ വിശ്വാസികൾ നാളെ തന്നെ ഒത്തുകൂടുമെന്നാണ് ഇവിടെ പള്ളിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കുരിശ് പൊളിച്ചു നീക്കിയതിൽ വ്യാപകമായ ഒരു പ്രക്ഷോഭം തന്നെയാണ് ഇവിടെ ഉയരുന്നത്. സാഗർ, ഇതിനു മുൻപ് നമുക്കറിയാം ഇടുക്കിയിൽ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുൻപുണ്ടായ സംഭവം. സജിത് ജോസഫ് എന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കുരിശായിരുന്നു അന്ന് പൊളിച്ചു നീക്കിയതെങ്കിൽ അത് സഭയൊന്നും ആ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. ക്രൈസ്തവ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഒരു പള്ളിയുടെ കൈവശ ഭൂമിയിലാണ് ഈ കുരിശ് സ്ഥാപിച്ചതെന്ന് വിശ്വാസികൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഈ തൊമ്മൻകുത്തിലെ പള്ളിയുടെ അധീനതയിലുള്ള സ്ഥലമാണോ? ഇത് കാലാകാലങ്ങളായി ഈ ഇടവക വിശ്വാസികളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണോ ഇത്? ഈ പരുന്തുംപാറയിൽ, ഇടുക്കി പരുന്തുംപാറയിൽ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരുന്തുംപാറയിൽ കയ്യേറ്റ ഭൂമിയിലാണ് ഈ സജിത്ത് ജോസഫ് എന്നയാൾ അന്ന് കുരിശ് സ്ഥാപിച്ചത്. അത് തീർച്ചയായിട്ടും ഈ കയ്യേറ്റം സംരക്ഷിക്കാനുള്ള ഒരു മറയായിട്ടാണ് അന്ന് കുരിശ് സ്ഥാപിച്ചത്. അതിന് സഭയുമായോ മറ്റാരുമായോ ഒരു ബന്ധമില്ലായിരുന്നു. ഈ സജിത്ത് ജോസഫ് എന്ന വ്യക്തിയാണ് ആ കുരിശ് സ്ഥാപിച്ചത്. അത് കയ്യേറ്റ ഭൂമിയിലാണെന്ന് വ്യക്തമായതുമാണ്. അപ്പൊ ആ ഒരു കയ്യേറ്റം മറയാക്കുവാനായി, ഈ കയ്യേറ്റം സംരക്ഷിക്കുവാനായാണ് അന്ന് ഒരു കുരിശ് സ്ഥാപിച്ചതും അത് റവന്യൂ അധികൃതർ എത്തി ആ കുരിശ് പൊളിച്ചു കളഞ്ഞതും അതിൽ വിശ്വാസികളോ ഇല്ല മറ്റാരും യാതൊരു പ്രതിഷേധവും ഉയർത്തിയിരുന്നില്ല. എന്നാൽ ഇത് അത്തരം ഒരു സാഹചര്യമല്ല ഇവിടെ നിലനിൽക്കുന്നത്. ഇത് ഈ തൊമ്മൻകുത്തിലുള്ള സെന്റ് തോമസ് പള്ളിയാണ്. തൊമ്മൻകുത്തിലുള്ള വലിയൊരു പള്ളിയാണ് സെന്റ് തോമസ് പള്ളി. ഈ സെന്റ് തോമസ് പള്ളിയാണ് ഈ പള്ളിയുടെ കീഴിലുള്ള ഇടവക അംഗങ്ങൾ എല്ലാവരും കൂടിയാണ് ഇന്നലെ ഒരു റാലി അവിടത്തേക്ക് ഈ വിശ്വാസികൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇന്നലെ ഈ കുരിശ് ഈ സ്ഥലത്ത് സ്ഥാപിച്ചത്. ഇവിടെ ഒരു പുതിയ റോഡിന്റെ പണി നടക്കുന്നുണ്ട്. അതായത് നെയ്ശ്ശേരി പുതിയൊരു വണ്ണപ്പുറത്തേക്ക് കടന്നു പോകുന്ന ഒരു റോഡ് പണി നടക്കുന്നുണ്ട്, നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ നിർമ്മാണം നടക്കുന്ന ഈ ഭൂമിയോട് ചേർന്ന് തന്നെയാണ് ഈ കുരിശ് സ്ഥാപിച്ചത്. ഈ നിർമ്മാണം നടക്കുന്ന വേളയിൽ തന്നെ ഈ വനം വകുപ്പ് അധികൃതർ ഈ റോഡ് നിർമ്മിക്കുവാൻ തന്നെ വ്യാപകമായ ഒരു തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ റോഡ് നിർമ്മാണം നടത്തുവാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഫോറസ്റ്റ് അധികൃതർ നിലപാടെടുത്തിരുന്നു എന്നടക്കം ഇപ്പോൾ ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ റോഡിനോട് ചേർന്നാണ് വർഷങ്ങളായി കൈവശം ഇരിക്കുന്ന ഒരു ഭൂമി 5 സെന്റ് സ്ഥലം ഒരാൾ പള്ളിക്ക് 5 വർഷം മുമ്പ് എഴുതി കൊടുത്തത്. അതിന് കൃത്യമായ രേഖ ഉണ്ടെന്നാണ് വിശ്വാസികളടക്കം ഇവിടെ പറയുന്നത്. ആ ഭൂമിയിലാണ്
ഇന്നലെ ഈ പള്ളിയുടെ കീഴിൽ, ഈ സെന്റ് തോമസ് പള്ളിയുടെ കീഴിലുള്ള കീഴിൽ ഇന്നലെ ഈ കുരിശ് സ്ഥാപിച്ചത്. ഇതിന്റെ വെഞ്ചിരിപ്പ് കർമ്മം അടക്കം ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നു. ഈ കുരിശാണ് ഇന്ന് രാവിലെ കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എത്തി പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ വന്ന് ഇവർ കുരിശ് പൊളിച്ചു നീക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇടുക്കിയിൽ വ്യാപകമായി പലയിടത്തും കുരിശുകൾ ഇങ്ങനെ സ്ഥാപിക്കുന്നുണ്ടെങ്കിലും ഇതൊരു കയ്യേറ്റ ഭൂമിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ എല്ലാം കൈവശ ഭൂമിയാണ്, പലരും കൈവശത്തിരിക്കുന്ന ഭൂമിയാണ് ഇവിടെ ഉള്ളത്. കൃത്യമായി ഇതിന്റെ പട്ടയം കാര്യങ്ങളെ കുറിച്ചെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ ഇതിന് ഈ കുരിശ് ഇന്നലെ സ്ഥാപിച്ച ഈ സ്ഥലത്തിന് വ്യക്തമായ രേഖകളില്ല, ഇതിന് പട്ടയമില്ല, ഇത് വനം വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയാണെന്നുള്ളൊരു കാരണം പറഞ്ഞാണ് ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതർ ഈ കുരിശ് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കുരിശ് പൊളിച്ചു നീക്കിയ ഒരു സംഭവത്തിൽ വിശ്വാസികൾ വ്യാപകമായൊരു പ്രതിഷേധത്തിന് തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം ഇവിടെ കൈവശ ഭൂമിയിലാണ് തൊമ്മൻകുത്തിലെ സെന്റ് തോമസ് പള്ളി അധികൃതർ, പള്ളിയിലെ വിശ്വാസികൾ കുരിശ് സ്ഥാപിച്ചത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം വനംവകുപ്പ് ഈ കുരിശ് പൊളിച്ച് നീക്കിയത് തുടങ്ങിയ കാര്യം പരിശോധിക്കേണ്ടതാണ്. ഒരു പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വരെയും കാരണമാകാവുന്ന നടപടിയാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.